ഒരു സൈക്കിൾ 5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 25 മിനിറ്റ് എടുത്തു. ഇതേ വേഗതയിൽ 3.5 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണം? നോക്കിയല്ലേ എടാ, ഇവിടെ നോക്കിയടാ, ഒരു സൈക്കിൾ 5 കിലോമീറ്റർ സഞ്ചരിക്കാൻ ആ സൈക്കിളിന് എത്ര സമയം എടുത്തുകൂടാ? 25 മിനിറ്റ് എടുത്തു. ഇതേ വേഗതയിൽ, ഇവിടെ വേഗതയ്ക്ക് വ്യത്യാസമൊന്നും വരുന്നില്ല, ഇതേ വേഗതയിൽ 3.5 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണമെന്ന് കണ്ടുപിടിക്കേണ്ടത്. 5 കിലോമീറ്റർ സഞ്ചരിക്കാൻ 25 മിനിറ്റ് എങ്കിൽ 3.5 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണമെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതങ്ങ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. ചെയ്യുമ്പോൾ രണ്ടെണ്ണമുള്ളത് തമ്മിൽ ഗുണിക്കുക, ഒരെണ്ണമുള്ളത് ഹരിക്കുക. നമുക്ക് ചെയ്യാമല്ലോ. 3.5 ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. നോക്കിയില്ലേടാ, 5ഉം 25ഉം വെട്ടാം. ഒരു 5 5, 5 5 25, ബാക്കി എന്തുണ്ട്? 3.5 ഇൻറ്റു 5 ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാം? 3.5നെ 5 കൊണ്ട് ഗുണിക്കാൻ എന്ത് ചെയ്താൽ മതി? 35നെ 5 കൊണ്ട് ഗുണിക്കുക. നമുക്ക് എന്തെന്ന് കിട്ടും? 5 5 25 5 2 ശിഷ്ടം 5 3 15 2 17. 175 എത്തത്തില്ലേ? ഇവിടെ ഒരു സ്ഥാനമല്ലേ പോയിൻ്റ് ഉള്ളൂ, അതിവിടെ കൊടുക്കുന്നു. നമ്മുടെ ഉത്തരം എത്രയാണ്? 17.5 മിനിറ്റ്. ഓപ്ഷൻ സി.